മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 4. ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ ബുള്ളറ്റൊന്നും വേണ്ട, അപകടമാണെന്ന്. ഇതിൽ നിന്നൊക്കെ വീണ് കാല് കണ്ടോ? അല്ലെങ്കിലും ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനും മോനും കേൾക്കില്ല. സൗദാമിനി നീരദിൻ്റെ തുമ്പുകൊണ്ട് മൂക്ക് പിഴിഞ്ഞു. എൻ്റെ മിനി, നീ ഇങ്ങനെ കരയാൻ വേണ്ടി മാത്രം അവനൊന്നും പറ്റിയില്ലല്ലോ. ഒരു പൂച്ച വട്ടം ചാടി ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു. അതിനാണോ നിൻ്റെ ഈ കരച്ചിലും പിഴിച്ചിലും? ഈ കരച്ചിൽ കണ്ടാൽ തോന്നുമല്ലോ ചെറുക്കൻ്റെ കാലൊടിഞ്ഞുവെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൊച്ചിൻ്റെ കാലൊടിയാത്തതിലാണോ ഇപ്പോൾ വിഷമം? ഇതെന്തൊരു കൂത്താണ്! നീയല്ലേ ഇപ്പോൾ കരയുകയും പറയുകയും ഒക്കെ ചെയ്തത്, എന്നിട്ടിപ്പോൾ എനിക്കായോ കുറ്റം? നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോകുമോ? ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ആഹാ, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നതായി കുഴപ്പം. ഒരു കാര്യം ചെയ്യ്, ടോമും ജെറിയും കൂടി പുറത്തു പോയി അടികൂട്. ഞാനേ കുറച്ചു നേരം പാട്ട് കേൾക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, അമ്മ ഇവിടെ ഇരുന്ന് എനിക്കൊരു പാട്ട് പാടിത്താ. എത്ര ദിവസമായി അമ്മയുടെ ഒരു പാട്ട് കേട്ടിട്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല, അമ്മയ്ക്കിപ്പോൾ വയ്യ. കുഞ്ഞു മൊബൈൽ ഏതെങ്കിലും ഒരു പാട്ട് കേട്ട് കിടന്നോ, ഞങ്ങൾ പോകുന്നു. സൗദാമിനിയും ഭാർഗവനും മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വൈകുന്നേരം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നന്ദൻ കാണുന്നത് മുന്നിലിരിക്കുന്ന വിഷ്ണുവിനെയാണ്. ആത്മാർത്ഥതയുള്ള സുഹൃത്തെന്ന് പറഞ്ഞാൽ അത് നീയാണടാ. ഞാനിങ്ങനെ കിടപ്പിലായിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ഒരു ദിവസം പോലും നിനക്ക് വന്നു നോക്കാൻ തോന്നിയില്ലല്ലോ. ഇത്രയൊക്കെ ഉള്ളടാ നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇപ്പോഴാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലായത്. ദൈവം ഓരോ അവസരങ്ങൾ തരും നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാൻ. നന്ദൻ വിഷ്ണുവിനെ നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്പം കഴിഞ്ഞ് അവൻ്റെ ഭാഗത്തു നിന്നും അനക്കമൊന്നുമില്ലാഞ്ഞു നോക്കുമ്പോൾ ചെറുക്കന് കണ്ണ് നിറച്ചിരിക്കുന്നു. വിഷ്ണുവിൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. എടാ, നീ എന്നെപ്പറ്റി ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഞാനിവിടെ ഇല്ലായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാതെ അമ്മയെയും കൊണ്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ വരെ പോയിരുന്നു കാണിക്കാൻ. ഇന്നലെ വൈകുന്നേരം ഞാൻ അറിഞ്ഞത് നീ ഇപ്പോൾ 2 ദിവസമായി ലീവാണെന്നും ആക്സിഡൻ്റ് ആയിരുന്നുവെന്നും. അമ്മയെ നേരെ വീട്ടിലാക്കിയിട്ട് ഞാൻ നിന്നെ കാണാൻ ഇവിടേക്ക് പാഞ്ഞു വരികയായിരുന്നു. എടാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, നീ അതിനിടയ്ക്ക് ഇങ്ങനെ സെൻറ്റിയായാലോ? എന്നിട്ട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് മാസം തോറുമുള്ള ബ്ലീഡിങ് തന്നെയാണ് കാരണം. ഇപ്പോൾ കുറേ നാളായി ഇത് കൊണ്ട് നടക്കുന്നു അമ്മ. ആദ്യമൊന്നും എന്നോട് പറയാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് കലശലായ വേദന. അതാണ് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചത്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ 3 മാസമായി അമ്മയ്ക്ക് കുഴപ്പം തുടങ്ങിയിട്ടെന്ന്. അമ്മ എന്നോട് പറയാതിരിക്കുകയായിരുന്നു. കുറച്ച് നാൾ കഴിക്കാനുള്ള മരുന്നുകളും മറ്റും തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒന്നും കുറവില്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. നീ അമ്മയെ നല്ലവണ്ണം ശ്രദ്ധിക്കണേ. വിഷ്ണു, അമ്മ ഒന്നാമത് ഒറ്റയ്ക്കാണ്. ഞാൻ എത്ര നാളായി നിന്നോട് പറയുന്നു, ഈ വീടിനടുത്തുള്ള എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇങ്ങോട്ട് താമസം മാറാൻ. അതാവുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ വന്ന് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ. ഇവിടെ താമസിക്കാൻ വരാൻ ഞാൻ നിന്നെ വിളിച്ചതല്ലേ. അപ്പോൾ നിനക്ക് ഭയങ്കര ആത്മാഭിമാനം. എന്തായാലും ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ സ്കൂളിലേക്ക് വരും. വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നന്ദൻ എന്തോ അവൻ്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമം തോന്നി. ലീവ് കഴിഞ്ഞ് നന്ദൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് ഒരു കുട്ടി സ്ഥിരമായി വന്നിരിക്കുന്നെന്ന്. അന്നത് നന്ദൻ അത്ര കാര്യമായി എടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞ് രാവിലെ ട്യൂട്ടോറിയലെത്തി ക്ലാസ്സിൽ കയറുമ്പോൾ ആദ്യം തിരഞ്ഞ മുഖം അവളുടേതായിരുന്നു. എന്തോ തന്നെ കണ്ടപ്പോൾ അവളുടെ മുഖവും വിടർന്നു. പക്ഷെ ആ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു പെയ്യാൻ വെമ്പി. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ വെറുതെ അവളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. പക്ഷേ അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരിയുടെ നീട്ടിയുള്ള വിളി കേട്ടു. അപ്പോ, നീ വരുന്നില്ലേ എന്ന്. അന്ന് ആദ്യമായി അറിഞ്ഞു അപർണയുടെ ചെല്ലപ്പേര് അപ്പു എന്നാണെന്ന്. ആ പേരിനോട് പോലും ഒരിഷ്ടം തോന്നി. എന്നെ നോക്കി പിന്തിരിഞ്ഞ് നടക്കുന്നവളെ വീണ്ടും വീണ്ടും കാണാനും മിണ്ടാനും ഉള്ളു തുടിച്ചു. അപ്പുവിൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് ശ്രുതി. 2 പേരും കുഞ്ഞുനാളിലേ ഉള്ള കൂട്ടാണ്. ഇപ്പോൾ ഡിഗ്രി 2nd ഇയറാണ് ശ്രുതി. അപ്പുവിൻ്റെ സ്കൂളിനടുത്ത് തന്നെയാണ് കോളേജ്.
രാവിലെയും വൈകുന്നേരവും 2 പേരും ഒരുമിച്ചാണ് വരുന്നതും പോകുന്നതും. ശ്രുതി ഡിഗ്രി മലയാളം മെയിനാണ്. ശ്രുതിയുടെ ക്ലാസ്സിലാണ് വിദ്യാലക്ഷ്മി എന്ന വിദ്യ പഠിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിലും കോളേജിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യ നന്ദൻ്റെ ബൈക്കിന് പിന്നിലിരുന്ന് പോകുന്നത് കാണാം. അന്നും പതിവ് പോലെ തമാശകൾ പറഞ്ഞ് നടക്കുമ്പോഴാണ് അപർണ ആ കാഴ്ച കാണുന്നത്. നന്ദന് പിന്നിലിരുന്ന് വർത്തമാനം പറഞ്ഞ് ചിരിക്കുന്ന വിദ്യാലക്ഷ്മി. അപ്പു ആ കാഴ്ചയിൽ മതിമറന്ന് അവൾ അങ്ങനെ നിന്നുപോയി. ഇതിനു മുമ്പ് പലതവണ ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എന്തോ ഈ കാഴ്ച കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. ഹോയ് അപ്പു, നീ ഇത് എന്ത് നോക്കി നിൽക്കുക? നടക്ക് പെണ്ണേ. ശ്രുതി, അത് ഞങ്ങളുടെ മലയാള സാറാണ്. സാറിൻ്റെ പിന്നിലിരിക്കുന്ന കുട്ടി അതാരാണെന്നറിയാവോ? നിൻ്റെ കോളേജിൽ നിന്നാണ് ഇറങ്ങിയത്. ഓ, അതാണോ? നമ്മുടെ കോളേജിൽ എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും സ്നേഹിക്കുന്ന ആളാണ് നന്ദൻ മാഷ്. പക്ഷെ ആർക്കും ഭാഗ്യമില്ല. ആ കുട്ടി സാറിൻ്റെ പിന്നാലെ ഇരുന്ന് പോകുന്ന ആ കൊച്ചാണ് വിദ്യാലക്ഷ്മി. എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാറിൻ്റെ മുറപ്പെണ്ണ്. അപ്പുവിൻ്റെ ചുണ്ട് അറിയാതെ മലർന്നു പോയി. എന്താടി മുഖത്ത് വല്ലാത്ത വിഷമം? എനിക്കെന്ത് വിഷമം? അപ്പു മുഖം വക്രിച്ചു. പക്ഷെ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അടുത്ത ദിവസങ്ങളിൽ ട്യൂട്ടോറിയലും സ്കൂളിലും വെച്ച് നന്ദനെ കാണുമ്പോൾ മനഃപൂർവ്വം അവൾ മുഖം കൊടുക്കാതെയായി. ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞു പോയി. അപ്പുവിന് പഠനകാര്യത്തിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ട്യൂട്ടോറിയലും സ്കൂളിലുമെല്ലാം അവൾ ഒരുപോലെ മടി തുടങ്ങി. ക്ലാസ്സുകളൊന്നും തന്നെ അവൾക്ക് ശ്രദ്ധിക്കുവാനേ കഴിഞ്ഞില്ല. ഈ ഒരാഴ്ച നന്ദനും അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ അവനെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ അവനുണ്ടാകുന്ന വിഷമവും വെപ്രാളവുമൊക്കെ എന്തുകൊണ്ടാണെന്ന് നന്ദൻ ഇപ്പോൾ ഏകദേശം അറിയാം. ഒരു ദിവസം ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചപ്പോൾ അപ്പു നിന്ന് വിൽക്കാൻ തുടങ്ങി. അവൾക്കുത്തരമറിയാം, എങ്കിലും അവൾ മനഃപൂർവ്വം പറയാത്തതാണ്. നന്ദനത് മനസ്സിലായി. ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നേരം ആൻസർ പറയാത്തവരൊക്കെ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞാണ് പുറത്തേക്കിറങ്ങിയത്. ഇറങ്ങുന്നതിന് മുൻപ് ഒന്നുകൂടി പറഞ്ഞു, അപർണ സ്റ്റാഫ് റൂമിലേക്ക് വരണം. അപർണ സ്റ്റാഫ് റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ നന്ദനെ മാത്രം കാണാനില്ല. പുറത്തു നിന്നും അപ്പു തല അകത്തേക്ക് എത്തിച്ചു നോക്കി. ഇല്ല, അവിടെ ഒന്നുമില്ല. പുറത്തേക്ക് നീങ്ങുമ്പോൾ പിന്നിൽ ആളനക്കം കേട്ടു. വിഷ്ണു മാഷേ. അപ്പു ചമ്മിയ ചിരി വിഷ്ണുവിന് നൽകി. എന്താടോ ഇവിടെ നിന്നൊരു കറക്കം? തനിക്ക് ഈയവർ ക്ലാസ്സില്ലേ? മാഷേ, നന്ദമാഷ് എന്നോട് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. അതാണ് ഞാൻ നോക്കുന്നത്. മാഷിനെ ഇവിടെയൊന്നും കാണാനില്ല. ആ, താൻ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. വിഷ്ണു സ്റ്റാഫ് റൂമിൽ കയറി അവിടെ ഇരുന്നവരോട് അന്വേഷിച്ചപ്പോൾ നന്ദൻ ലൈബ്രറിയിലാണെന്നറിഞ്ഞു. അപർണ, നന്ദൻ ലൈബ്രറിയിലാണ്, താൻ അങ്ങോട്ട് ചെല്ല്. അപ്പോഴേക്കും അടുത്ത അവറിനുള്ള ബെല്ലടിച്ചിരുന്നു. കുട്ടികൾ ഓടിയും വേഗത്തിലും നടന്ന് ക്ലാസ്സുകളിലേക്ക് പോയി. സ്റ്റാഫ് റൂമിൽ നിന്നും ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സിലേക്ക് പോയി. അപ്പു നടന്ന് ലൈബ്രറിയിലെത്തി. അകത്തേക്ക് കയറി നോക്കുമ്പോൾ കണ്ടു മലയാളം സാഹിത്യ വിഭാഗത്തിൽ വച്ചിരിക്കുന്ന ബുക്കുകൾക്കടുത്ത് നിൽക്കുന്ന നന്ദനെ. അപ്പുവിൻ്റെ കാലുകൾക്ക് വേഗതയേറി. അവൾ പെട്ടെന്ന് നന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. മാഷേ. നന്ദൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപർണ. മാഷ് എന്താ വരാൻ പറഞ്ഞത്? സ്റ്റാഫ് റൂമിൽ നോക്കുമ്പോൾ മാഷിനെ കണ്ടില്ല. വിഷ്ണു മാഷ് പറഞ്ഞു ലൈബ്രറിയിലാണെന്ന്. അത്രയും നേരം നന്ദൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ കണ്ണുകളിലായിരുന്നു. കള്ളം മറയ്ക്കാൻ പാടുപെടുന്ന കുട്ടിയുടെ ഭാവം. അവളുടെ കൂവള മിഴികളിലെ പരൽമീനുകളെ കൗതുകത്തോടെ നന്ദൻ നോക്കി നിന്നു. തനിക്ക് എന്താ പറ്റിയത്? എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ അപ്പു? നന്ദൻ അപ്പു എന്ന് വിളിച്ചപ്പോൾ അവളുടെ മുഖം വിടർന്നു, കണ്ണുകൾ നിറഞ്ഞു. ഡോ, താൻ എന്തിനാ കരയുന്നത്? ഞാൻ അപ്പു എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ? അതൊന്നുമല്ല. മാഷെന്താ കുറച്ച് ദിവസമായി ക്ലാസ്സിൽ വരാത്തേ? ഓ, അതാണോ? ചെറിയൊരു ആക്സിഡൻറ്റ്. ബൈക്കിൽ നിന്നും വീണു. കാലിലെ ലിഗ്മെൻറ്റ് വലിഞ്ഞു. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഞാൻ ഓക്കെയാണ്. അല്ല, വിഷ്ണു പറഞ്ഞ എന്നും സ്റ്റാഫ് റൂമിൽ അന്വേഷിച്ചു വരുന്ന അപർണയായിരുന്നോ? അവൾ അതേ എന്ന് തല ചലിപ്പിച്ചു. പിന്നെ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ താൻ എന്താ എന്നെ കണ്ടിട്ട് ഒന്നും ചോദിക്കാത്തത്? ട്യൂട്ടോറിയൽ വെച്ചും ഒഴിഞ്ഞു മാറി. തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ?
സാറിൻ്റെ കൂടെ ബൈക്കിൽ. എന്താ? നന്ദൻ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു. അല്ല, സാറിൻ്റെ പുറകിൽ ബൈക്കിലിരുന്ന് വരുന്ന ആ ചേച്ചി അതാരാ? അതെൻ്റെ അമ്മാവൻ്റെ മകളാണ് വിദ്യാലക്ഷ്മി. എന്ന് ഞാനാണ് അവളെ കോളേജിൽ നിന്നും തിരികെ വിടുന്നത്. അല്ല, താൻ ഇതെപ്പോൾ കണ്ടു? ഇന്നലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കണ്ടായിരുന്നു. നന്ദൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പോഴത്തെ അവളുടെ മുഖഭാവം കണ്ടിട്ട് അതുവരെ മുഖത്തുണ്ടായ പുഞ്ചിരി മാഞ്ഞു. അവിടെ സങ്കടത്തിൻ്റെ കാർമേഘം ഉറഞ്ഞുകൂടി. കണ്ണുകൾ ഒരു വേള പെയ്യാൻ വെമ്പൽ കൊണ്ടു. എടോ, താൻ എന്തിനാ കരയുന്നേ? നന്ദനാകെ പരിഭ്രമമായി. അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവൾ വിതുമ്പലടക്കി. അപ്പു, താൻ കരയാതെ, നന്ദൻ ബാക്കി പറയും മുമ്പേ. അപ്പുവിന് മാഷിനെ എന്തു ഇഷ്ടമാണെന്നറിയാമോ? ഒരുപാട് ഇഷ്ടമാണ്. തുടരും രുദ്ര രുദ്രപ്രിയ. കൂട്ടുകാരെ, നിങ്ങൾക്കെൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂട്ടണേ. നിറയെ സ്നേഹത്തോടെ രുദ്ര.